നോക്കുക. ഇനി ഈ ചെറ്റ ചെയ്യുന്ന പരിപാടി എന്താ അറിയും? ഇയാളെയൊക്കെ ഒരു അധ്യാപകൻ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു കുട്ടി, ആ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അതിലൂടെ പോകുന്ന സമയത്ത് അസ്വാഭാവികമായിട്ടുള്ള ശബ്ദം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടോ ഈ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനൊക്കെ മാതൃകയാകേണ്ട അധ്യാപകർ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട്, സ്റ്റാഫ് റൂമിൽ മറ്റ് അധ്യാപകരൊന്നും തന്നെ ഇല്ലാത്ത ഒരു സമയത്ത് ഒരു അധ്യാപിക, ഈ ഒരു സ്കൂളിൽ ആ അധ്യാപിക ജോയിൻ ചെയ്തിട്ട് വെറും 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ, ഒരു സീനിയർ അധ്യാപകനുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കാൻ, അതും ഒരു സ്റ്റാഫ് റൂമിൽ വെച്ചുകൊണ്ട്. നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ആണ്. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വീഡിയോ കണ്ടു നോക്കാം. അതായത് ഒരു ഗവൺമെൻറ് സ്കൂളല്ല, പ്രൈവറ്റ് സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന അധ്യാപകൻ സീനിയർ അധ്യാപകനാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സ്റ്റാഫ് റൂമിലേക്ക് ഒരു അധ്യാപിക കയറി വരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ അധ്യാപകന് കൊടുത്തിട്ട് പറഞ്ഞു ചില സംശയങ്ങൾ. കാരണം ജോയിൻ ചെയ്തിട്ട് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ, ആദ്യം നടത്തിയ എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപികക്ക്, ഈ ടീച്ചറിന് ചെറിയ സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധ്യാപകനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ സ്റ്റാഫ് റൂമിലേക്ക് വന്നു. സ്റ്റാഫ് റൂമിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുഭാഗം കണ്ടാൽ അറിയാം, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. പേപ്പർ കൊടുത്തു. അധ്യാപകൻ ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഓരോ ആൻസേഴ്സും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിൻ്റെ ഇടക്ക്, ചോദ്യങ്ങൾക്കിടയിൽ ആ അധ്യാപികയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ടും ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അധ്യാപികയുടെ വസ്ത്രധാരണ വളരെ മോശമായിട്ടുള്ള ഒരു വസ്ത്രധാരണയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ നോക്കുക. ഇനി ഈ ചെറ്റ ചെയ്യുന്ന പരിപാടി എന്താ അറിയും? ഇയാളെയൊക്കെ ഒരു അധ്യാപകൻ എന്ന് പറയാൻ സാധിക്കും. ഇതൊക്കെ കണ്ടിട്ടല്ലേ കുട്ടികൾ പഠിക്കുക? നോക്കുക, ഒരവസരം കിട്ടിയ സമയത്ത് ആരും സ്റ്റാഫ് റൂമിലേക്ക് കയറി വരില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ ഒരു അധ്യാപികയെ കയറി പിടിക്കാം. പക്ഷേ പ്രതികരിച്ച രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അധ്യാപികക്കും വലിയ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി ജോലി പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണോ, ഇനി അധ്യാപകനുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്കും ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു കുട്ടി, ആ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അതിലൂടെ പോകുന്ന സമയത്ത് അസ്വാഭാവികമായിട്ടുള്ള ശബ്ദം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടോ ഈ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ? മൂത്തവരുടെ കണ്ടിട്ടാണ് ഇളയവർ പഠിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർ ചെയ്യുന്ന നാറിയ പരിപാടികൾ അല്ലെങ്കിൽ ചെറ്റപ്പരിപാടികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവരും പഠിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ മാതൃകയാകേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു പ്രൈവറ്റ് റൂമിൽ, ഒരു ബെഡ്റൂമിൽ കാണിച്ചു കൂട്ടേണ്ട ഒരു പരിപാടി സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് കാണിക്കുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അധ്യാപകരും അധ്യാപികയൊക്കെ ഉണ്ട്. നമ്മൾ അത്രത്തോളം റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കും റെസ്പെക്റ്റ് ഇല്ല, അധ്യാപകർക്ക് കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും റെസ്പെക്റ്റ് ഇല്ല. എല്ലാവരും ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും.
എന്താണ് ഇതിനൊക്കെ പറയുക. സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. ആരും വന്നിട്ടില്ല, അത്രയും സമയമായിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. സോ സേഫ്. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.